അവരില്ലാത്ത ലോകം വലിയ ശൂന്യതയാണ്. എല്ലാ ദിവസവും എനിക്കെൻ്റെ മാതാപിതാക്കളെ മിസ് ചെയ്യും. ഞാനൊരു ഗുസ്തി താരമാവണമെന്ന് ഏറ്റവും ആഗ്രഹിച്ചത് അവരാണ്. അതുകൊണ്ട് തന്നെ ഈ മെഡൽ സമർപ്പിക്കുന്നത് അവർക്കു തന്നെ. 10ാം വയസ്സിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ഒരനാഥൻ്റെ വാക്കുകളാണിത്. പക്ഷേ ഇന്നവൻ അനാഥനല്ല. ഒറ്റ രാത്രി കൊണ്ട് 145 കോടി ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച ഒരാൾ അനാഥനാവുന്നത് എങ്ങനെ? അവൻ അമൻ സെഹ്നാവത്ത്, പാരീസ് ഒളിമ്പിക്സിൽ ഗുസ്തിയിൽ മെഡൽ നേടിയ ഇന്ത്യൻ താരം. പൊടുന്നനെ ഒരു നാൾ അമ്മയ്ക്ക് മാനസിക രോഗം വന്നു. കുഞ്ഞാമന് ഒന്നും മനസ്സിലായില്ല. അമ്മ മരുന്നുകൾക്ക് നടുവിൽ. പെട്ടെന്നൊരു നാൾ അമ്മ പോയി. വിറങ്ങലിച്ചു കിടക്കുന്ന അമ്മ ഇനി മടങ്ങി വരില്ലെന്ന് അവന് മനസ്സിലായില്ല. ആത്മഹത്യയായിരുന്നു കാരണം. അവന് 11 വയസ്സ് മാത്രം. പിന്നെ അതേ വർഷം അച്ഛനും മരിച്ചു. അവൻ്റെ കുഞ്ഞു മനസ്സിന് പിന്നെ ഒന്നും താങ്ങാനായില്ല. അനാഥത്വത്തിൻ്റെ ഇരുളിൽ പിടഞ്ഞു നീറുന്ന വേദന. ഗോതയായിരുന്നു പിന്നെ അവന് എല്ലാം. വേദനകൾ, അനാഥത്വം, കണ്ണീരിൻ്റെ നാളുകൾ എല്ലാം മറന്നു. ഒടുവിൽ ഈഫൽ ഗോപുരത്തിന്റെ ചുവട്ടിൽ വിടർന്ന ചിരിയുമായി അവനുണ്ട് അമൻ സെഹ്നാവത്ത്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് അമൻ. 21 വയസ്സ് പ്രായം. ഗുസ്തി 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈലിലാണ് അമൻ വെങ്കലം നേടിയത്. ഗുസ്തിയിൽ ഇന്ത്യ നേടുന്ന 8ാമത്തെ മെഡലാണ് അമൻ്റേത്. JD യാദവ്, സുശീൽ കുമാർ, സാക്ഷി മാലിക്, ബജ്രംഗ് പുനിയ തുടങ്ങി ഒരു പിടി ഗുസ്തി താരങ്ങൾ ഒളിമ്പിക്സ് മെഡലുകൾ നേടി. സുശീൽ കുമാർ 2 ഒളിമ്പിക്സിലും മെഡൽ നേടി. ഗുസ്തിയുടെ ഈറ്റില്ലമായ ഹരിയാനയിൽ നിന്നാണ് അമന്റെ വരവ്. മാതാപിതാക്കൾ ആഗ്രഹിച്ചതും അവൻ ഗുസ്തി താരം ആകണമെന്നാണ്. ആ സ്വപ്നം പൂവണിയാനായി അവരവനെ ഡൽഹിയിലെ ഛത്രശാല അക്കാദമിയിൽ ചേർത്തു. ഗോദയിൽ അവന്റെ നേട്ടങ്ങൾ കാണാൻ ഈ ഭൂമിയിൽ അവരില്ല. പക്ഷേ ഇന്ത്യയുടെ ഹൃദയവാനിൽ അവരുടെ മകനുണ്ട്, അമൻ സെഹ്നാവത്ത്.